നമ്മളെല്ലാവരും കൂടി ഒന്ന് പുറത്ത് പോകാൻ കാട് കണ്ടുവരാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇറങ്ങിയതാട്ടോ. നമ്മുടെ വീടിന്റെ പ്രദേശത്ത് നിറയെ കാടും കണ്ടാമൃഗങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ അതിൽ കൂടുതലായിട്ട് കാണാലോ എന്ന് വിചാരിച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാട്ടോ. വെറുതെ വേസ്റ്റ് ആയിപ്പോയേ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കാട് കാണാൻ പോയിട്ട് അവിടെ ഒരു കാടും കണ്ടില്ല, ഒരു കണ്ടാമൃഗത്തിനെയും കണ്ടില്ലേ. പോണ വഴിക്ക് ഞങ്ങൾ കുറച്ച് ഓറഞ്ചൊക്കെ വാങ്ങിച്ചേ. ഞങ്ങൾക്ക് 1 കിലോ ഓറഞ്ച് വാങ്ങിച്ച 1 സെക്കൻഡ് മതി കേട്ടോ തീരാൻ വേണ്ടിയിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ എണ്ണസംഖ്യയിൽ വളരെ കൂടുതലാണ്. 4 കുഞ്ഞുമണീസ് തന്നെയുണ്ട് കേട്ടോ. എല്ലാവരെയും അലക്കി വാഷിംഗ് മെഷീൻ്റെ ഉള്ളിലിട്ട് വൃത്തിയാക്കിയിട്ടാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ കാട് കണ്ടതൊക്കെ മതിയാക്കി ഞങ്ങൾ വിൽറ്റലിൽ ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വിൽറ്റലിൽ വന്ന് കയറുന്ന അവസ്ഥയാണ് ഈ കാണുന്നത്. ഓരോരുത്തർക്കും അവർക്ക് ഇഷ്ടമുള്ള ഓരോ സംഭവങ്ങളും ഓർഡർ ചെയ്തു കേട്ടോ. ഓർഡർ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് കുഞ്ഞുമണീസിന് കളിക്കുന്ന ഒരു സംഭവം എത്തി. അപ്പത്തേക്ക് നമ്മുടെ നാത്തുവിന്റെ അമ്മ എന്ന വികാരം ഉണർന്നു കേട്ടോ. ബുക്ക് കണ്ടാൽ അപ്പം പഠിപ്പിക്കണം എന്നുള്ളൊരു സെക്ഷനായേ. അവളെ എല്ലാവരും നോക്കുന്ന കണ്ടപ്പോൾ അവൾ മെല്ലെ അത് മാറ്റി വെച്ചു കേട്ടോ. ഇത് വീഴലല്ല എന്നുള്ള കാര്യം അവൾ മറന്നു പോയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ നമ്മുടെ ഫുഡ് എത്തി കേട്ടോ. അങ്ങനെ ഓരോരുത്തർ ഇരുന്നുകൊണ്ട് കഴിക്കുകയാണെങ്കിൽ കുറച്ച് എരിവും പുളിയൊക്കെ ഉണ്ടായിരുന്നേ. ഇവരൊക്കെ കുഴിമന്തിയാണ് കഴിച്ചത്. ഞാൻ അതിനകത്തുനിന്ന് കുറച്ച് ചപ്പാത്തിയും ചിക്കൻ 65 ഒക്കെയാണ് കഴിച്ചത്. അങ്ങനെ ഞാൻ കഴിക്കുന്നത് നോക്കി കുറച്ച് കരച്ചിലും പരിച്ചിലും പുളി എരിവൊക്കെ കൂടിപ്പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവർ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നല്ല എൻജോയ് ചെയ്ത് ഞങ്ങൾ ഭക്ഷണം കഴിച്ചേ. നിങ്ങൾക്ക് ഞങ്ങൾ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, സപ്പോർട്ട്